ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ കുടുംബാംഗങ്ങളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, സുഖമാണോ? അതെ, ഇന്ന് വീഡിയോ എടുക്കുന്ന കാര്യത്തിൽ ആകെ ഒരു ക്ഷീണം തട്ടി. ഇപ്പം സംഗതി രാത്രിയായി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമേരിക്കയിലെ സമയവും അവിടുത്തെ സമയവും തമ്മിലുള്ള വ്യത്യാസമാണ്. ഞാൻ ഇപ്പോൾ രാത്രി കിടക്കാൻ പോണ സമയത്താണ് ഓർക്കുന്നത്, ദൈവമേ നേരം വിളിക്കുമ്പോഴത്തേക്കും അവിടെ വീഡിയോയുടെ സമയമാവും. സാരമില്ല, എന്നാലും രാത്രി ഒരു ചെറിയ വട്ടത്തിൽ ലൈറ്റ് ഇതിൽ വീഡിയോ എടുക്കാൻ കണ്ടത്, എടുക്കാൻ കർത്താവ് സഹായിച്ചു. നിങ്ങൾക്ക് ഈ കഷ്ടപ്പാടും എല്ലാം അറിയുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, യാത്രയൊക്കെ കർത്താവിൻ്റെ കരുണയാൽ നന്നായിരുന്നു കേട്ടോ. പ്രാർത്ഥിച്ചതിനൊക്കെ പ്രത്യേകമായിട്ട് നന്ദി. ധ്യാനത്തിനെല്ലാം വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം കേട്ടോ. ഞാനിങ്ങനെ എയർപോർട്ടിൽ പോരുന്ന വഴിക്ക് ഒരു ചേട്ടനെ ഞാൻ കണ്ടത് ഉറക്കാണ്. ആലപ്പുഴക്കാർ ചേട്ടനാണ്. അത് പറഞ്ഞ അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ്, അച്ഛനെ ഒന്ന് കാണാനായിട്ട് നോക്കിയിരിക്കുകയായിരുന്നു. അച്ഛനിങ്ങനെ ടോക്ക് പറയുമ്പോൾ, പിന്നെ എൻ്റെ ഭാര്യ ഡെലിവറിയോട് കൂടി ആ ചേച്ചിയുടെ ഒരു മൂക്ക് അടഞ്ഞു പോയതാണ്, വർഷങ്ങളായിട്ട് തുറന്നിട്ടില്ല. അപ്പം അതിനു വേണ്ടി അച്ഛനത് പ്രാർത്ഥിക്കണം, മൂക്കടഞ്ഞത് തുറക്കണം. സത്യത്തിൽ എന്നാന്നറിയാം, അത് കേട്ടപ്പോൾ എനിക്കത് വളരെ സീരിയസ് ആയിട്ടുണ്ട്. കാരണം ഞാൻ ഓർക്കും, പണ്ട് കൂനമാവ് കൺവെൻഷനിൽ ഒരാൾ സാക്ഷ്യം പറഞ്ഞു, 14 വർഷം കൊണ്ട് അടഞ്ഞിരുന്നൊരു മൂക്ക് പ്രാർത്ഥന സമയത്ത് അങ്ങോട്ട് തുറന്നു. പണ്ട് സെഹിയോൻ്റെ ഒരു സാക്ഷ്യം അങ്ങനെ കേട്ടാൽ ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും സഹോദരൻ, അങ്ങനത്തെ ഒരു മേഖലകളിൽ എന്ന് പറഞ്ഞാൽ സാധാരണ നമുക്കൊരു ജലദോഷം വന്ന് നോക്കണം, അതല്ല, ഇതിങ്ങനെ നാളുകളായിട്ട് അങ്ങനത്തെ ഒരു പ്രശ്നമുള്ളവർക്ക് പ്രാർത്ഥിക്കുക. ആരും പ്രാർത്ഥിക്കാത്തൊരു മേഖലയാണല്ലോ, നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയോടെ ഒരു സാക്ഷ്യം നിങ്ങൾ വരുന്ന ആളുകൾ കേൾക്കും. അത്രയ്ക്ക് വിശ്വാസം. നമുക്കൊരു നന്മയോട് ചൊല്ലി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് വരണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ചില ആൾക്കാർക്കൊക്കെ ചിലപ്പോൾ ഇതൊക്കെയാണ് പ്രാർത്ഥിക്കേണ്ട വിഷയം തോന്നുന്നത്. പക്ഷെ നമുക്കൊരു വിഷയം വരുമ്പോഴേ നമുക്കതിന് ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ. ഇതാണ് നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് ലൂക്ക 7:5 ഗോസ്പൽ ഓഫ് സെന്റ് ലൂക്ക് ചാപ്റ്റർ 7:5. അതിൻ്റെ തലക്കെട്ട് ഇങ്ങനെയാണ്: അർഹതയുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യുന്നതിനകത്ത് തെറ്റില്ല എന്നർത്ഥം വരുന്ന ഒരു തലക്കെട്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പം അതിനിതാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവന് അതായത് നമ്മുടെ ബൈബിളിലൊരു ശതാധിപനാണ്. ശതാധിപൻ്റെ ബൃത്തൻ്റെ രോഗം ബാധിച്ച് കിടക്കുവാണ്. ഉടനെ ശതാധിപൻ്റെ ബൃത്തനെ സുഖപ്പെടുത്തണമെന്ന് വേണ്ടിയിട്ട് യേശുവിനെ കുറിച്ച് കേട്ടതിന് ശതാധിപൻ കുറച്ച് പേരെ അയക്കുകയാണ്. എന്നിട്ട് അവർ വന്നിട്ട് പറയുകയാണ്. എന്നിട്ട് പറയുന്നത് എന്താണെന്നറിയാവോ? പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: അവനിത് കൊടുക്കാൻ അർഹനെന്ന് ആദ്യത്തെ ഭാഗം പറയും. എന്നിട്ട് പറയുന്നത് ഇങ്ങനെയാണ്: അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു, നമുക്ക് ഒരു സിനഗോഗ് പണിയിച്ച് തരികയും ചെയ്തിട്ടുണ്ട്. യേശു അവരോടൊപ്പം പുറപ്പെട്ടു. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, ഈ അയക്കപ്പെട്ട വ്യക്തികൾ ഈശോയുടെ അടുത്ത് വന്ന് പറയുന്ന 2 സെന്റൻസുകൾ ഓർക്കണം. ഈ ശതാധിപൻ്റെ വേണ്ടി റെക്കമെൻഡ് ചെയ്ത് പറയുകയാണ്. ഒന്നാമത്തെ കാര്യം അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇസ്രായേൽ ജനത, യഹൂദ ജനത, തിരഞ്ഞെടുക്കപ്പെട്ട ജനതയെ, ആ ജനതയെ ശതാധിപൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അപ്പം ദൈവജനത്തോട് വലിയ സ്നേഹമാണ്, സഭയോട് വലിയ സ്നേഹമാണ്. രണ്ടാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്നതാണ്, അവൻ നമുക്ക് വേണ്ടിയിട്ട് നമുക്കൊരു സിനഗോഗ് അവൻ തന്നെ പണിയിച്ച് തന്നിട്ടുണ്ട്. ഇത് കേട്ടിട്ട് യേശു ഒന്നും മിണ്ടിയില്ല, നേരെ അവരോട് പുറപ്പെടുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്നറിയാവോ? ദൈവജനത്തോട് വലിയൊരു സ്നേഹം, സഭയോട് വലിയൊരു സ്നേഹം, സഭയുടെ വളർച്ചയ്ക്ക് വേണ്ട അധ്വാനം, ഇതെല്ലാം ദൈവസന്നെ സ്വീകാര്യമാണെന്നാണ് പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. ശരിയല്ലേ? അല്ലേ? ഈശോ പറയുന്നതാണ് അല്ലേ, പിന്നെ ഒരുവൻ പോലും നശിച്ചു പോകാത്ത തൻ്റെ ഏകനാഥനെ നൽകാൻ തക്ക ലോകത്തെ അത്രമാത്രം ഈശോ സ്നേഹിച്ചു. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തിൽ ഒരേ കൂട്ടാളികളായവർക്ക് നമ്മൾ ചില നന്മ ചെയ്യണം എന്നുള്ള വചനങ്ങളൊക്കെ ഇതിനോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന വചനങ്ങളാണ്. അപ്പം അതുകൊണ്ട് എൻ്റെ പറയും, നമുക്ക് വരേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, സഭയെ പടുത്തുയർത്താനുള്ള ഓരോ കാര്യങ്ങളും, സഭയെ പടുത്തുയർത്താനുള്ള നമ്മൾ ചെയ്യുന്ന ഒരു നിസ്സാരം എന്ന് പറയാൻ പാടില്ല, ഒരു പ്രാർത്ഥന പോലും, ഒരു പരിശ്രമം പോലും, ഒരു ദേശാംശം കൊടുക്കുന്നത് പോലും, സഭയ്ക്ക് വേണ്ടി നമ്മളൊരു അധ്വാനം പോലും, ദൈവജനം തകരാതിരിക്കാൻ നമ്മുടെ എല്ലാ പരിശ്രമവും ദൈവം വളരെ വിലമതിക്കുന്നതാണ്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ, ചിലപ്പോൾ നമ്മളിതൊക്കെ ഇങ്ങനെ ചെയ്തിട്ട് ഇപ്പോൾ എന്നാ കാര്യം എന്നൊക്കെ, ഇപ്പോൾ ഒരു മാതൃവേദി, അല്ലെന്നുണ്ടെങ്കിൽ പിതൃവേദി, അല്ലെങ്കിൽ ഒരു KCY, അല്ലെങ്കിൽ ചില സംഘടനകൾ, ചെറുപുഷ്പ മിഷൻ ലീഗ്, അങ്ങനത്തെ ഓരോ AKCC, അങ്ങനെ ഓരോ നമ്മൾ ചുമ്മാ വേറെ ഇതിനെ പോയി സമയം കളഞ്ഞിട്ട് എന്നാ കാര്യമെന്ന് ചിന്തിച്ചു. ഇതിനകത്തൊക്കെ കാര്യമുണ്ട്. ഇതൊക്കെ സ്വർഗ്ഗസന്നിധിയിൽ റെക്കോർഡ് ചെയ്യുന്ന സംഗതികളാണ്. ദൈവജനത്തിന് വേണ്ടിയുള്ള സ്നേഹം, ദൈവജനത്തിന് വേണ്ടിയുള്ള അധ്വാനം, സഭ പടുത്തുയർത്താൻ നടക്കുന്ന എല്ലാ സ്റ്റെപ്പുകളും അത് ദൈവസന്നെ സ്വീകാര്യമാണ്. ഹല്ലേലൂയ. നിങ്ങളങ്ങനെ ചെയ്യുന്നവരാണെന്നൊക്കെ നമുക്ക് ഒരുമിച്ച് നന്നായിട്ടൊന്നുകൂടെ അധ്വാനിക്കാം. നാളെ മുതൽ പകല് ഒരു സീനറിയൊക്കെ കാണിച്ച് വീഡിയോ എടുക്കാം കേട്ടോ കുഞ്ഞുങ്ങളെ. നമുക്ക് സ്തുതിക്കാം. ഈശോയെ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുന്നു. കർത്താവേ, ഈ സമയത്ത് കർത്താവെ അങ്ങ് ഓർപ്പിച്ച വീഡിയോ എടുത്തത് വലിയൊരു അനുഗ്രഹമാണ് കർത്താവെ. എൻ്റെ ദൈവമേ, അങ്ങ് എത്രയോ കരുണയോടെ ജനത്തെ സ്നേഹിക്കുന്നു, നന്ദി പറയുന്നു.
കർത്താവ് ഇപ്പോൾ ഇവരെല്ലാം ആശീർവദിക്കുമ്പോൾ എൻ്റെ കർത്താവെ സഭയ്ക്ക് വേണ്ടിയുള്ള അധ്വാനം, ദൈവജനത്തിനുമുള്ള അധ്വാനം, അത് ദൈവസന്നിധിയിൽ വളരെ വിലപ്പെട്ടതാണ്. ദൈവം വളരെ പരിഗണിക്കുന്നതാണ്. യേശു ഞങ്ങളുടെ കാര്യത്തിന് വരും, ഞങ്ങൾ ഉറപ്പായിട്ടും വിശ്വസിക്കുന്ന കർത്താവ്. ദൈവരാജ്യവേല ചെയ്യുന്ന സഭയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്നവൻ്റെ കാര്യത്തിന് വേണ്ടി ദൈവം വരും. ഈ ഉറച്ച വിശ്വാസത്തോടെ അധ്വാനിക്കാനുള്ള കൃപ നൽകണമേ. എല്ലാ കുടുംബങ്ങളെ ആശീർവദിക്കുന്നു കർത്താവ്. എല്ലാ ദുഷ്ടാരുകളും ബന്ധി വിട്ടുപോട്ടെ കർത്താവ്. ദൈവം പ്രത്യേകിച്ച് വർഷങ്ങളായിട്ട് മൂക്കടഞ്ഞിരിക്കുന്നവർ, അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടിൽ കടന്നു പോകുന്നവർ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആരൊക്കെ വിശ്വസിക്കുന്നുവോ അവരുടെ മേലെല്ലാം ദൈവശക്തി വ്യാപരിക്കട്ടെ. അങ്ങനത്തെയുള്ള രോഗപടകൾ വിട്ടുമാറി ഈശോയുടെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. അടഞ്ഞിരിക്കുന്ന മൂക്ക് യേശുവിൻ്റെ നാമത്തിൽ തുറക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, വിശ്വസിക്കുന്നു, പ്രഖ്യാപിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.